ജീവജാലങ്ങളും പ്രകൃതിയും തമ്മിൽ ജീവനുണ്ടായ കാലം മുതൽ ആഴമായ ഒരു ബന്ധമുണ്ട്. ജീവപരിണാമ സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ പുല്ലുകളും ചെടികളും കാടുകളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ജൈവ വൈവിധ്യം ഒരു രാജ്യത്തിന്റെയും അതിൽ ഉൾപ്പെടുന്ന ദേശങ്ങളുടെയും സമ്പന്നമായ സംസ്കാരത്തെയും പ്രകൃതിദത്തമായ പൈതൃകത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും സംരക്ഷണം ആവശ്യമായ ജീവവർഗങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും വേണ്ടിയാണ് രാജ്യങ്ങളും സംസ്ഥാനങ്ങളും വന്യജീവി ചിഹ്നങ്ങൾ അഥവാ വൈൽഡ് ലൈഫ് സിംബൽസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബുദ്ധമയൂരി എന്നറിയപ്പെടുന്ന നമ്മുടെ സംസ്ഥാന ചിത്രശലഭത്തെ ഒന്ന് പരിചയപ്പെടാം. കിളിവാലൻ ചിത്രശലഭങ്ങൾ അഥവാ സ്വാളോ ടെയിൽ ബട്ടർഫ്ലൈസ് എന്ന് വിളിക്കുന്ന ഇവർ പാപ്പിലോണ്ടിഡേ കുടുംബത്തിലെ ഒരു അംഗമാണ്. ബുദ്ധമയൂരി മലബാർ ബാൻഡഡ് പീകോക്ക് എന്നും അറിയപ്പെടുന്നു. സൗന്ദര്യത്തിൽ മറ്റേതൊരു ശലഭത്തോടും കിടപിടിക്കുന്ന ഇവ വെയിലിൽ തിളങ്ങുമ്പോൾ മയിൽപീലിയോട് സാമ്യം തോന്നുന്നതിനാലാണ് ഇവരെ ബുദ്ധമയൂരി എന്ന് വിളിക്കുന്നത്. വെയിലിൽ പറക്കുമ്പോൾ വിവിധ കോണുകളിൽ നിന്നുള്ള കാഴ്ചകളിൽ ഇവയ്ക്ക് വിവിധ നിറമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ മഹാരാഷ്ട്ര മുതൽ മധ്യ കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ ഏകദേശം ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഇവയെ കണ്ടുവരുന്നത്. കൊങ്ങിണി, ചെത്തി, ചെമ്പരത്തി, കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിൽ സാധാരണയായി ഇവ തേൻ കുടിക്കാൻ എത്താറുണ്ട്. എന്നാൽ ഇവയുടെ മുട്ടകൾ വിരിയാനും പുഴുക്കൾക്ക് ആഹാരം ആകാനും ആശ്രയിക്കുന്നത് മുള്ളുമുരിക്ക് അഥവാ സാന്തോസൈലം റിസ്റ്റ എന്ന മരത്തിന്റെ തളിരിലകളാണ്. ഈ മരത്തിന് പ്രത്യേകിച്ച് പ്രത്യക്ഷ ഗുണങ്ങളൊന്നും ഇല്ലാത്തതിനാലും ആരും ഈ മരം നട്ടു വളർത്താറില്ല. മഴക്കാലത്തിന് ശേഷം ഒരു തവണ മാത്രം തളിരിലകൾ ഉണ്ടാവുന്നത് കൊണ്ടും ഈ മരങ്ങളെ കൂടുതലായി വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടും ഇതിനെ ആശ്രയിക്കുന്ന ബുദ്ധമയൂരിയുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. 2018 നവംബർ 12-നാണ് ഇവയെ സംസ്ഥാന സർക്കാർ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ചത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൂടുതൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇവയെ നിയമത്തിന്റെ ഷെഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് പൂമ്പാറ്റകളുടെ സംഭാവനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അധികമാണ്. ശലഭങ്ങൾ പൂക്കളുടെ പരാഗണത്തിലൂടെ സസ്യങ്ങളുടെ പ്രജനനം സുഗമമാക്കുകയും സസ്യജാലങ്ങളുടെ നിലനിൽപ്പിന് സഹായകമാവുകയും ചെയ്യുന്നു. ബുദ്ധമയൂരിയെ പറ്റിയുള്ള ഈ അറിവ് ശലഭങ്ങളെ സംരക്ഷിക്കുന്നതിനും മറ്റ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു.